തെങ്ങേറ്റക്കാരനെ കാണാനുമില്ല. തേങ്ങയൊക്കെ പഴുത്തിട്ടേ ആ തെങ്ങിന്റെ ചുവടെ പോവാൻ പേടിയാ. കണ്ണാ, ആ തെങ്ങ് കയറ്റക്കാരൻ രാമൂനോട് വരാൻ പറയായിരുന്നു. ഞാൻ രാവിലെ കണ്ടു. അപ്പൊ ആള് വരാ, ഉച്ചക്ക് വരാറുണ്ട്. രാവിലെ എവിടെയൊക്കെ കയറാണ്ട് ഉച്ചക്ക് വരാറുണ്ട് കേട്ടോ. ഞാൻ കണ്ടാ പറയാം. നീ ഒന്ന് സ്കൂളിൽ പോയി നോക്ക് കണ്ണാ. കുട്ടി പനിച്ചിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. അച്ഛാ, ഞാൻ സ്കൂളിൽ തന്നെ പോണതേ. ഞാൻ പോയി നോക്കിട്ട് വരാം. കുട്ടിക്ക് തീരെ വയ്യാന്ന് പോയോട്ടെ. അവന്റെ അമ്മയ്ക്ക് കുട്ടിയുടെ യാതൊരു വിചാരവും ഇല്ല. എന്തപ്പ ഉണ്ടായേ? എന്റെ ചെക്കടങ്ങറായി. നേരം വഴുകി. ഇവിടെ എത്ര തെങ്ങ് കയറാണ്ടെന്ന് അറിയില്ല. എന്തരാമ ഇത്ര വഴുകിയേ? തെങ്ങ് കയറല കാലത്തല്ലേ, ഇത്ര വൈകിട്ടാ തെങ്ങ് കയറുക? എന്നെ 75 തെങ്ങ് കയറിയിട്ടാ വരുന്നു പോയിട്ടോ. ഏത് തെങ്ങ് അങ്ങോട്ട് കയറാനുള്ളത്? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. പറഞ്ഞ തേങ്ങ മാത്രം ഇട്ടാ മതി. കഴിഞ്ഞ പ്രാവശ്യം ആ ഇളനീര കുത്തി ചടിച്ചിട്ടേ ഒരു വർഷത്തിന് പറ്റില്ല. കാശിന് ഇത് കിട്ടില്ല കേട്ടോ. അതേ, ഞാൻ നിൽക്കണം ഇവിടെ. അവിടെ നിൽക്കുന്നുണ്ട്. ആകെ 10 ഉണ്ട്. ഏതുമുള്ള നോക്കിയിട്ടോളൂ. തെങ്ങിന് മുകളിൽ കയറിയല്ലേ 2 തേങ്ങ ഞാൻ കൊണ്ടുപോകും. ഈ 50 ഉറുപ്പിയാണ് എനിക്ക് ഫീസ്. ഈ വളം ആൾക്കാരെ പണിക്കൂലിയും കൂടി ആലോചിക്കുമ്പോഴേ തേങ്ങ പഠിക്കാനല്ലത്. ഇപ്പൊ ഞാൻ 4 തേങ്ങ ഇപ്പൊ എടുത്തോളൂ. ബാക്കിയുള്ള നാളെ കാലത്ത് കൊണ്ടുപോകാം. ഇപ്പോഴേ തെങ്ങ് കയറ്റക്കാരനാ മെച്ചം. പാർലറിലൊന്ന് പോണം. സൂര്യക്കൊന്ന് ത്രെഡ് ചെയ്യണം, ഒന്ന് ഫേഷ്യൽ ചെയ്യണം. മോളെ കഞ്ഞി ഒളിപ്പിച്ചിട്ടോ? അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്റെ കൈമാകെ മുടിയാ. എടുത്തു കഴിച്ചോളോ. എടുത്തു കുടിച്ചൂടെ? കൈയും കാലിനും വലിയ കിടന്നില്ലല്ലോ. കുട്ടിക്ക് എങ്ങനെയുണ്ട്? കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. കുട്ടിയുടെ പനി കുറവുണ്ടോ? ആ കുട്ടിനെ സ്കൂൾക്ക് പറഞ്ഞേക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പനിച്ചിട്ട് നല്ല പനിയാണ്. അതിന് ഞാൻ പറഞ്ഞതാണ് അതിന് പറഞ്ഞേക്കേണ്ടത്. കുട്ടീനെ ഒഴിവാക്കിയ പറയണില്ലേ ഞാൻ. കുറച്ചങ്ങോട്ട് കഴുകട്ടെ. തിന്ന പാത്രം കഴുകിയോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തിനാടി വെറുതെ അച്ഛനെ കൊണ്ട പാത്രം കഴിപ്പിക്കുന്നു? പാവല്ലേ? എനിക്ക് വേറെ ഒരു പണിയില്ല. ഈ ഫോണിൽ നോക്കാൻ എനിക്ക് പണി. പാവ, അതിനെ കൊണ്ട പാത്രം കഴിക്കവള്. എന്താ ചെയ്യാ അച്ഛ? എന്താ ചെയ്യണ കുട്ടി? നമ്മുടെ യോഗം ഇല്ലാത്തൊരു കഷ്ടായി. സത്യാവസ്ഥ എന്താ എന്നോട് പറയേ. അതെ, എന്നോട് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. അതിനിപ്പോ ആധാരം എവിടെ വെച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക? അതിപ്പോ അച്ഛന്റെ പേരിലാവാനാ വഴി. ആധാരം കണ്ടുപിടിച്ചാൽ ഞാൻ കിട്ടിയിട്ട് വായിച്ചു നോക്കിട്ട് അമ്മോട് പറയാം. എന്നാ ശരിട്ടോ അമ്മ. ഇപ്പൊ അവരെങ്ങാനും കേട്ടാ അത് മതി. ഈ വീടും സ്ഥലം ആരുടെ പേരില്ല? എന്താ അങ്ങനെ ചോദിച്ചു? ഇല്ല, ഒന്നുമില്ല, വെറുതെ ചോദിച്ചു മാത്രം. അല്ല, ഞാനൊരു കാര്യം അറിഞ്ഞു. എന്താ അറിഞ്ഞു? അച്ഛന്റെ കാലം കഴിഞ്ഞ ഈ വീട് സ്ഥലം നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സ്വന്തം അച്ഛനൊന്നല്ലാതെ ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് തന്നെ പോയി ചോദിച്ചു. എന്തറിഞ്ഞു നമ്മൾ പറയണേ? അച്ഛനോട് തന്നെ ചോദിച്ചോക്കാം. ഹലോ അമ്മ, ഞാൻ ഇന്നലെ ആധാരം എടുത്തു കേട്ടോ. അമ്മ, അച്ഛന്റെ പെട്ടിയിലായിരുന്നു അത്. ഭയങ്കര ബുദ്ധിമുട്ടി ഇന്നലെ രാത്രി ഞാന്. എന്നിട്ടാ എടുത്തത്. സ്വന്തം മകനൊന്നല്ലല്ലോ, ദത്തെടുത്ത് വളർത്തിയതല്ലേ. അച്ഛന്റെ പേരിൽ തന്നെ സ്ഥലം. നീ എന്താ ചെയ്യമ്മ? ആൾക്ക് വീട് സ്ഥലമൊന്നും കിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരിക. ഞാനിവിടെ നിൽക്കൊന്നുമില്ല അമ്മേ. അച്ഛോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പിന്നെ ഞാൻ അച്ഛന്റെ മകൻ തന്നെയല്ല അച്ഛാ. എന്താ സംശയം? എന്റെ മകൻ തന്നെയാണല്ലോ. അവളെ അമ്മയ്ക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ എടുത്ത് വളർത്തിയെന്ന് പറയുന്നുണ്ട്. അതിൽ വല്ല സത്യം ഉണ്ടോ? സത്യം ഉണ്ടല്ലോ. അതേ, ഞാനും എൻ്റെ ഭാര്യയും അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പം എൻ്റെ തുണക്കാരനും ഭാര്യയും കൂടി അവിടെ വന്നു. അവർ പ്രസവത്തിൽ വന്നായിരുന്നു. അങ്ങനെ പ്രസവിച്ച് നോക്കുമ്പോൾ അവർ മടങ്ങി പോരുമ്പോൾ അവർ രണ്ടാളും കൂടി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അത് അങ്ങനെ ഉണ്ടായത്. എന്നിട്ട് ആ കുട്ടിയെ ഞാനെടുത്ത് വളർത്തി. 7 ദിവസം പ്രായം ഉണ്ടാവില്ല. ആ കുട്ടിയാണ് മാനെ നീ അവനോട് വിളിച്ചാ ഞാൻ ചോദിക്കാം. സുമേ, അതിനകത്ത് അച്ഛൻ വിളിക്കണം. നീ എന്താ സുമേനോട് പറഞ്ഞേ? ഞാനെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ദത്തെടുത്ത് വളർത്തിയാന്ന് നീ പറഞ്ഞില്ലേ?
ഞാൻ പറഞ്ഞു അത് ശരി തന്നെയല്ലേ, ഇല്ലാത്ത കാര്യമൊന്നല്ലല്ലോ. അത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതെന്തേ നിങ്ങൾ ആ കാര്യം കല്യാണത്തിന് മുമ്പ് ഞങ്ങളോട് മറച്ചു വെച്ചില്ലേ? അനാവശ്യം പറയുന്ന സമയം ഇതൊക്കെ എന്റെ അമ്മോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഒന്നും മറച്ചു വെച്ചില്ല, ഞങ്ങൾക്ക് അറിയാം. എന്നെ വണ്ടിയൊക്കെയായിരുന്നല്ലേ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. കുട്ടി വേണ്ട, ഭർത്താവും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോയി. അച്ഛനും മോനും ഞാൻ ശരിയാക്കി തരാം.